സ്വാഗതം ആശംസിക്കുന്നത് ശ്രീമതി ലിനിക സുഭാഷാണ്. കേരള വനമത്സര കോർപ്പറേഷൻ ചെയർപേഴ്സൺ, ആതിര സേവാ സംഘം ഡയറക്ടർ ബോർഡ് മെമ്പറുമായ ശ്രീമതി ലിനിക സുഭാഷിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം. അടുത്തതായി ഈ യോഗത്തിന്റെ മുഖ്യാതിഥി, ഇതിന്റെ മെയിൻ അവാർഡ് ജേതാവുമായ എന്റെ സഹപാഠിയാണ് ഡോക്ടർ ഷമീല സലീമിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം. അടുത്തതായി നമ്മുടെ എല്ലാ പ്രിയങ്കരനായ ഗാനരചയിതാവ് ശ്രീ റവി വെച്ചിട്ടാണ് ഡോക്ടറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുതന്നെയല്ല, കേരള മലയാള സിനിമാ ലോകത്തെ ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് സെഞ്ചുറി അടിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ ആളുകളോ ഇതിലേക്ക് സ്വാഗതം ചെയ്തു. ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് ആതിര സേവാ സംഘത്തിന്റെ സെക്രട്ടറി ശ്രീ ഡോക്ടർ ഇ കെ വിജയകുമാർ അതിരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ അടുത്തതായി ഔദ്യോഗിക പേരിൽ സ്വാഗതം പറയുന്നത് നമ്മുടെ എല്ലാവരും ഡോക്ടർ സി ബിജുവാണ്. അദ്ദേഹത്തിന് ഹോമിയോ ശാസ്ത്രത്തിന്റെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ അവാർഡ് ദാനത്തിന് വേദിയൊരുക്കുകയും എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്തുവരുന്ന സഹ്യ ചെയർമാൻ ഡോക്ടർ ബി അമീറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ സെക്രട്ടറി ഡോക്ടർ രാകേഷ് കൃഷ്ണനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഷമീലയുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഖ്യയിലെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 1796 ഹോമിയോപ്പതിയുടെ രണ്ടാം 96 ഹോമിയോപ്പതി രണ്ടാം ശതാബ്ദി വർഷമായിരുന്നത്. ആ വർഷമാണ് ഹോമിയോ ശാസ്ത്രവേദിക്ക് നമ്മൾ രൂപപ്പെടുത്തുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ നിരവധി ആളുകളെ നമ്മൾ ഈ വേദിയിൽ വിളിച്ച് ആദരിക്കുകയും അതുപോലെ തന്നെ ഹോമിയോപ്പതിയുടെ പ്രചരണത്തിന് വേണ്ടി നിരവധിയായ കാര്യങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ, മറ്റു ബോധവൽക്കരണ പരിപാടികളൊക്കെ നമ്മൾ നടത്തി വരാറുണ്ട്. ഹോമിയോ ശാസ്ത്രം എന്നൊരു മാസിക കഴിഞ്ഞ 27 വർഷമായിട്ട് മുടങ്ങാതെ പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ആയുഷിന് പുതിയ പ്രോത്സാഹനം കൊടുക്കാൻ തീരുമാനമെടുക്കുന്ന ആ സമയം മുതൽ നമ്മുടെ ആയുഷ് മേഖലയിൽ ദീർഘായുഷ് എന്നൊരു മാസിക മുടങ്ങാതെ പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട്. ഇതിനൊക്കെയും പോസ്റ്റൽ കൺസൾട്ട് ഉണ്ട്. പല പ്രസിദ്ധീകരണങ്ങളിലേക്കൊക്കെ നിന്ന് പോവുകയും പലരൊക്കെ വളരെ കാര്യമായിട്ട് ഓൺലൈനിലൊക്കെ മാധ്യമങ്ങളൊക്കെ തുടങ്ങിയിരുന്നത് അതൊന്നും ശാശ്വതമാകാതെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കൃത്യമായിട്ട് ഇറക്കിയിടുന്നുണ്ട്. ഹോമിയോപ്പതി കണ്ടുപിടിച്ച ഡോക്ടർ സാമുൽ ഹനുമാന്റെ നാമധേയത്തിൽ നമ്മൾ കഴിഞ്ഞ 27 വർഷമായി ഒരു അവാർഡ് ഏറ്റവും മികച്ച ഡോക്ടറെ കണ്ടെത്തി കൊടുത്തുകൊണ്ട് 27 വർഷമായി 27ാമത്തെ അവാർഡ് നമ്മൾ ഇവിടെ വെച്ച് ഡോക്ടർ മുഹമ്മദ് റഫീഖിനെ ഇവിടെ വെച്ച് കൊടുത്തു. നിങ്ങളൊക്കെ സാക്ഷികളാണ്. ഈ വർഷം അതുപോലെ തന്നെ കേരളത്തിൽ ഹോമിയോപ്പതിക്ക് 1958 കേരളത്തിൽ ആദ്യമായി ഒരു ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് സ്ഥാപിതമാകുന്നത് കോട്ടയത്താണ്, കുരിശിയിലാണ്. സ്വാമി ആദരദാസാണ് അന്ന് EMSന്റെ മന്ത്രിസഭയുടെ കാലത്ത് ഡോക്ടർ AR മേനോൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഹോമിയോപ്പതി മേഖലയിൽ മെഡിക്കൽ കോളേജ് തുടങ്ങുവാൻ ആരെങ്കിലും മുൻപോട്ട് വരികയാണെങ്കിൽ സർക്കാർ അടുത്ത വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള സൗകര്യത്തിൽ ആശുപത്രി കൊണ്ടു കൊടുക്കാമെന്നൊരു വാഗ്ദാനം വരികയും സ്വാമി ആദരദാസ് അപ്പോഴാണ് ആദര സേവാ സംഘം എന്നൊരു പ്രസ്ഥാനത്തിന് രൂപപ്പെടുകയും സ്വാമിജി തന്നെ എൻ്റെ ആവിഷ്കാരം പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയും ചെയ്തതാണ്. സ്വാമിജിയാണ് പക്ഷേ ആദ്യമായിട്ട് ഹോമിയോ കോളേജ്, ആംഗീകരണ കോളേജ് തുടങ്ങുന്നത് കുറിച്ചിയിലാണ്. അപ്പോൾ നമുക്കൊക്കെ അവിടെ പഠിക്കാനൊക്കെ അവസരം കിട്ടി. അതിനുശേഷമാണ് മറ്റു കോളേജുകളൊക്കെ വരുന്നതും ഗവൺമെന്റ് സർവീസ് കോളേജുകൾ വരുന്നത്. അപ്പോൾ ഹോമിയോപ്പതിക്ക് സ്വാമിജി നൽകിയ വിലപ്പെട്ട സംഭാവനകളെ മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ അവാർഡ്. അതുപോലെ തന്നെ മാനസിക രോഗരംഗത്തെ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് സ്വാമിജി ഒരു ഹോമിയോപ്പതി മാനസികാരോഗ്യ ഗവേഷണം കുറിച്ച് ആരംഭിക്കുകയുണ്ടായി. ആ സ്ഥാപനമാണ് കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനമായി കൊച്ചിയിൽ അത് പ്രവർത്തിച്ചു വരുന്നത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ടാണ് ആദരദാസ് സ്വാമിയുടെ പേരിൽ നമ്മുടെ ഹോമിയോപ്പതി രംഗത്തും ആതുര സേവന രംഗത്തും
സാമൂഹ്യക്ഷേമ രംഗത്തും ഒക്കെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളുകളെ കണ്ടെത്തി നമ്മൾ അവാർഡ് കൊടുക്കുന്നത്. ഈ വർഷം അത് നമ്മൾ ആലപ്പുഴക്കാരി നമ്മുടെ ഡോക്ടർ ഷമീന സലീമിനെയാണ് തിരഞ്ഞെടുത്തത്. ഡോക്ടർ ഷമീന വിവിധങ്ങളായ മേഖലകൾ, അതായത് ഹോമിയോപ്പതി രംഗത്ത് നിരവധി മെഡിക്കൽ കാർഡ്, 500 പേരെ മെഡിക്കൽ കാർഡുകൾ നടത്തി നിരവധി ആൾക്ക് അതിൻ്റെ പ്രകാരം കിട്ടിയിട്ടുണ്ട്. വൈദ്യുതി ഉൾപ്പെടെ നിരവധി രോഗങ്ങൾക്ക് നിരവധി ആളുകൾ ആശ്വാസം പകർന്നതായിട്ട് പറഞ്ഞു കേട്ട് ഞാൻ തന്നെ അനുഭവസ്ഥൻ തന്നെയാണ്. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറി, നമുക്കറിയാം കുട്ടനാടൻ മേഖലയിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ നടന്നെത്താൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ബോട്ടിൽ അങ്ങോട്ട് ചെന്ന് ചികിത്സിക്കുന്ന ഒരു സംവിധാനം കേരള സർക്കാർ കണ്ടെത്തിയപ്പോൾ അതിന് മുൻകൈയെടുത്തതിന് ലീഡർഷിപ്പ് കൊടുത്ത് ഡോക്ടർ ഷമീന സലീമാണ്. ഞാൻ തന്നെ പോയിരുന്നു വലിയൊരു കഴിഞ്ഞ പ്രാവശ്യം ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു സമൂഹത്തിലെ പാവപ്പെട്ട, അത് വിവിധ മതത്തിൽപ്പെട്ട പാവപ്പെട്ട പെൺകുട്ടികളെ കണ്ടെത്തി അവരെ ഞാൻ പറയുന്ന സർവാഭരണ ഭൂഷിതരായിട്ടാന്ന് പറഞ്ഞില്ലെങ്കിലും പലരെ കൊണ്ടൊക്കെ സ്പോൺസർ ചെയ്തുകൊണ്ട് അവർക്കൊക്കെ ആഭരണമൊക്കെ ആ സ്റ്റേജിൽ വെച്ച് തന്നെ കുടിപ്പിച്ചുകൊണ്ട് അവരെ അവിടെ വെച്ച് ഓരോ വരന്മാരെ കണ്ടെത്തി കൈപിടിച്ചു കൊടുക്കുന്ന ഒരു സംബന്ധം ഞാൻ പരിപാടി കഴിഞ്ഞ പ്രാവശ്യങ്ങൾ. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഇങ്ങനെ അവാർഡ് കമ്മിറ്റി ഒരു വിലയിരുത്തൽ അറിയും. അതിന് ഇത്തവണ അവാർഡ് കൊടുക്കാൻ സ്വാമിയുടെ പേരിലുള്ള അവാർഡ് കൊടുക്കുമ്പോൾ അതിൽ ഏറ്റവും മികച്ച വ്യക്തി ഡോക്ടർ ഷമീന സലീമാണെന്ന് ഞങ്ങൾ വ്യക്തമായിരുന്നു. പിന്നെ ഈ വർഷം നമ്മുടെ ഈ നോട്ടീസൊക്കെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു പുതിയ പേര് പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഒരു സുഹൃത്തുകൂടിയായ നമ്മുടെ ഒരു സഹോദരനായ ഡോക്ടർ മനു മഞ്ജിത്ത്, അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ നിരവധി ഗാനങ്ങൾ ഇങ്ങനെ നമ്മള് ചാനലിലും റേഡിയോയിലൊക്കെ കേൾക്കാറുണ്ട്. എപ്പോഴും ഞാൻ ഈ മനു മഞ്ജിത്താണ് എൻ്റെ രചന എന്ന് നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹം ആ ഗാനരചനത്ത് 100 ചിത്രങ്ങൾ തയ്ച്ചുകൊടുത്തതായി. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ തീർച്ചയായിട്ടും വിളിച്ച് ആദരിക്കണമെന്നൊരു സഖിയ അതിനൊരു മുൻകൈയെടുത്ത് ആ ഒരു പ്രോഗ്രാമിലൂടെ ഇതോടെ ഇവിടെ കൊടുക്കുകയാണ്. Philanthropist who has conducted innumerable free medical camps and preventive medical camps for the poor and needy during both epidemic and non-epidemic times. Her dedication to serving society extends beyond medical care. She has also been actively involved in free food distribution, study material distribution, and providing other essential commodities to the community in Alappuzha through Apurva Charitable Society, where she has served as a president for the past 2 years. Under her leadership, the Apurva Charitable Society recently organized a mega social wedding for the people of all castes and creeds, providing all necessary arrangements just 2 months ago. She has also travelled to every nook and corner of Kutanad through a floating dispensary, a unique initiative by the government of Kerala, ensuring that medical care reaches even the most remote areas. A true leader, this lady doctor joined the Institution of Homeless Kerala in the year 1996. She demonstrated her leadership qualities by becoming the unit secretary in 1998 and the state council member in 1999, later serving as district secretary. She became the state secretary for IHK for unique activities in the year 2001 and state secretary for licensed government in 2004. She has been a direct board member of IHK Trust and its trust nominee. In 2005, she became the first lady to join the state executive committee of IHK, serving as the state secretary. She also holds the distinction of being the maiden secretary of the Sindhuram, the lady location of the Institute of Homeless Kerala, and subsequently become the state chairperson. Beyond her professional achievements, she is a loving wife of Mr. Salim and caring mother to Mrs. Nikhila Salim, who is a dentist, and Mrs. Nilohar Salim, who is an engineer. We proudly present before you a lady of bold decisions and actions, a leader with unparalleled excellence, dedication and hard work, a philanthropist who has tirelessly served the society and a true role model for the generation next. Please join me in welcome Dr. Shamina Salim, the winner of the 27th Swami Adadasi State Award of the Homeopathy Shastra. Thank you. Let me now warmly welcome our respected minister onto the dais. Thank you, sir. We warmly welcome you. Sri Sadi Cherian, our minister,
sir is here. Thank you, sir. Let me now take the privilege of introducing our next dignitary. We are recognizing on the stage Dr. Manu Manjit. Manu Manjit is an Indian lyricist and poet in Malayalam language. He is also a practicing homeopath with an MD in psychiatry, hailing from Uliyeri. He began his film career with Om Shanti Oshana in 2014. Since then, he has brought out many chart toppers, including Neelambalim from Oru Vadakkan Selfie to Tiruvavaniyavu in Jekavinte Swargajyam, the popular Neela Nilave, and many such others. He is a frequent collaborator of Shan Rahman since 2014 and has received awards like Mirchi Music Award for Best Lyricist in 2016, Saima Award for Aronanji Goda in 2018, and the Girish Prukanjeri Award for Best Lyricist in 2020 for Tiruvavaniyavu. Presently working as Assistant Professor, Department of Psychiatry in Sharada Krishna Homeopathic Medical College, Kulasekara. He is popularly known as the Dr. Lyricist. He has recently achieved the remarkable benchmark of penning songs for 100 movies in his career, and we here heartily applaud the success of our beloved peer. Now, we are honored to have Sri Sajeev Cherian, Honorable Minister for Fisheries, Culture and Youth Affairs with us today. He will inaugurate the meeting and present the award to Dr. Shamina Salim and recognition for Dr. Manu Manjit. Please welcome him to the stage. അത്തരമൊരു ഘട്ടത്തിൽ കേരള ഹോമിയോ ശാസ്ത്രവേദിയുടെ 27ാമത് സ്വാമി ആതിരദാസ് ജി അവാർഡ് ഡോക്ടർ ഷമീന സലീം ആലപ്പുഴയാണ് നമുക്ക് അവരെ പറ്റി നോട്ടീസിൽ തന്നെ പ്രതിപാദിച്ചിട്ടുള്ളത് കുട്ടനാട്ടിലെ വിവിധ ജനവാസ മേഖലയിൽ അവർ നടത്തിയ സേവനങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്ത് 500-ലധികം സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ അടക്കം നടത്തിയ സേവന പ്രവർത്തനങ്ങളെ ആസ്പദമാക്കിയാണ് ഈ അവാർഡ് നമ്മൾ നൽകുന്നത്. ഡോക്ടർ ഷമീല സലീമിനെ നമുക്കെല്ലാം വേണ്ടി ഞാൻ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ആരോഗ്യരംഗം വളരെ പുഷ്ടിപ്പെടുന്ന ഒരു കാലമാണ്. ഒപ്പം രോഗികളുടെ എണ്ണവും നല്ലതുപോലെ കൂടുന്ന ഒരു കാലമാണ്. കേരളത്തിൽ ഒരു സ്ഥലത്തും ആശുപത്രി അടച്ചതേയില്ല. അതിന്റെ അർത്ഥം ആശുപത്രി തുടങ്ങി അടച്ചത് മാത്രമല്ല, പുതിയ ആശുപത്രികൾ തുടങ്ങുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഒരുപാട് രോഗങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു ഞാൻ പറഞ്ഞു, ഒരു ഗുളികയെങ്കിലും ഒരു ദിവസം കഴിക്കാതെ ഒരാൾ ഉണ്ടെങ്കിൽ 10,000 രൂപ 10,000 രൂപ ഒരാളെങ്കിൽ ഒരൊറ്റയാൾ ഒരു ദിവസം അങ്ങനെ ചിലപ്പോൾ മരുന്ന് കഴിക്കുന്നില്ല, കണ്ടിട്ട് തോന്നും.
എന്നാൽ ഒരു ഹോമിയോ ഗുളികയെങ്കിലും കഴിക്കുക. ഒരു ഗുളികയെങ്കിലും കഴിക്കാത്ത ഒരു മലയാളി കേരളത്തിൽ ഒരു 15 വയസ്സിന് ഒരു മലയാളി ഉണ്ടാകുന്ന ഉറപ്പട്ട്. അപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ എല്ലാവരും കൂടി ജോയിന്റായിട്ട് ചെയ്യുക. അങ്ങനെ വലിയൊരു മാറ്റം സമൂഹത്തിൽ വേണം. ഹോമിയോപ്പതി അതിന് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. സേവനം എന്ന് പറയുന്നത് അത് വലിയ തരത്തിൽ ഒരു ഉത്തേജനമാണ്. തീർച്ചയായിട്ടും ഡോക്ടർ ഷാമിന സലീം അവരെ പോലെ നിന്നൊക്കെ പ്രവർത്തിക്കുന്നതാണ് അദ്ദേഹത്തിന്. പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു വലിയ സമൂഹം വളർന്നിരിക്കുക. അവരെ ചേർത്ത് പിടിച്ച് അവരെ കാരുണ്യത്തോടുകൂടി സഹാനുഭൂതിയോടുകൂടി അവരെ സഹായിക്കാനുള്ള നല്ല മനസ്സ് എല്ലാ ഡോക്ടർമാർക്കും വേണം. അങ്ങനെയൊക്കെ എല്ലാവരും പ്രവർത്തിക്കണം. അതിൻ്റെ ഒരു മാതൃകയാണ് ഡോക്ടർ ഷമീന. എൻ്റെ ജില്ലക്കാരിയാണ്. അതുകൊണ്ടാണ് എൻ്റെ ജില്ലക്കാരിയാണ് നിങ്ങളുടെ സേവന മനസ്സ് ഉണ്ടായത്. ആലപ്പുഴ ഒരു പാവപ്പെട്ടവർ തന്നെയില്ല. എപ്പോഴും കയർ തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, തൊഴിലാളി, മത്സ്യത്തൊഴിലാളി ഇല്ല. അവിടുന്ന് ഡോക്ടറായി ഇത്രയും നല്ല തരത്തിൽ പ്രവർത്തിച്ചു. അതിന് നിങ്ങളെ ബഹുമാനിക്കും. നാളെ നിങ്ങൾക്ക് ഓരോരുത്തരും ഇത്തരം ആദരവ് ലഭിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാ പേരിൽ ഈ സ്വാമി ആദരദാസ്ജി അവാർഡ് പ്രിയപ്പെട്ട ഡോക്ടർ ഷമീന സലീമിന് സമർപ്പിച്ചുകൊണ്ട് താങ്കൾ ചെയ്യുന്നു. എൻ്റെ അടുത്ത് നിന്ന് Dr. Shamina Salim, winner of 27 ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും ഡോക്ടർ ഷമീന, അതുപോലെ തന്നെ ഡോക്ടർ മനു മഞ്ജിത്ത്, ഇവരെ രണ്ടുപേരെയും നമ്മൾ ആദരിച്ച് രണ്ടുപേർ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഡോക്ടർ ഷമീന ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഇതൊന്ന് 2000 കാലഘട്ടത്തിൽ ഞാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന സാഹചര്യത്തിൽ കോട്ടയത്ത് വെച്ച് ഒരു വലിയ വനിതാ ഡോക്ടർമാരുടെ ഒരു സമ്മേളനം നടത്തുകയുണ്ടായി. അതിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വനിതകളായിട്ടുള്ള ഹോമിയോ ഡോക്ടേഴ്സിൽ ഡ്രോപ്പ് ഔട്ട്സുകളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുന്നു. ഇന്ന് ഞാൻ ഡോക്ടർ വല്ലഭശ്ശേരി ബിനോയ് വല്ലഭശ്ശേരിയും കൂടെ ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പോഴും അങ്ങനെ കൂടുന്നുണ്ടോ? ശരിയാണ്. കാരണം സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങി വരുമ്പോഴേക്കും കല്യാണം കഴിച്ച് വേറെ സ്കൂളിലേക്ക് എത്തും. അവിടെ
ജീവിത പങ്കാളി പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല എങ്കിൽ ചിലപ്പം അവിടെ തുടങ്ങാൻ പറ്റില്ല. അഥവാ തുടങ്ങി വരുമ്പോഴേക്കും ആദ്യത്തെ ഡെലിവറി ആയി പിന്നെ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പോകുന്ന ഒരവസ്ഥ. പക്ഷെ എനിക്കിന്നിപ്പോൾ അവിടെ ധാരാളം വനിതകളെ ഡോക്ടേഴ്സിനെ കാണാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നു. ചാനലിലെ മോഹൻലാൽ എപ്പോഴും പറയുന്ന പോലെ ലേറ്റസ്റ്റ് ചേഞ്ച് അല്ലേ, തീർച്ചയായിട്ടും മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആതിരസ്വാമിജി ഇവിടെ ഡോക്ടർ വിജയകുമാർ ഇരിക്കുന്നു. അദ്ദേഹം ആതിര സേവാ സംഘം ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ്. ജീവിച്ചിരിക്കുന്ന ഒരു അത്ഭുതമായിരുന്നു. ഞങ്ങൾക്കൊക്കെ സ്വാമിജിയെ കാണുവാനും ഇവർക്കൊക്കെ കൂടുതൽ, എനിക്കും കുറച്ചൊക്കെ വാത്സല്യം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്, കൂടുതൽ വാത്സല്യങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് വളരെ നല്ലൊരു മെഡിക്കൽ കോളേജാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം ആവർത്തിച്ച് പറയുമ്പോഴും ഇന്ന് ദേശീയ തലത്തിൽ പ്രശസ്തി ആർജിച്ചിരിക്കുന്ന കുറിച്ചി ഹോമിയോ കോളേജ് മെഡിക്കൽ കോളേജിനെ കുറിച്ച് പലപ്പോഴും കോട്ടയംകാർ പോലും വിസ്മരിക്കുന്നു. ആയുർവേദ രംഗത്തെ മാറ്റം. അപ്പോൾ ഇതെല്ലാം സമന്വയിപ്പിച്ച് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ആവശ്യമാണ്, ഹോമിയോപ്പതിയുടെ ആവശ്യമാണ്. അതിന് കഴിയട്ടെ എന്നുകൂടെ ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നടന്നുകൊണ്ട് ആതിരസ്വാമിജിയുടെ സ്പന്ദിക്കുന്ന ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. നമസ്കാരം. സംഭവിച്ചില്ല. നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഇവിടെ ജനിച്ചു, ജീവിച്ചു, മരിച്ചുപോയി എന്ന് 3 സെന്റൻസ് ഒതുങ്ങേണ്ടവരല്ല. ഇവിടെ നമ്മുടേതായിട്ടുള്ള കാൽപ്പാടുകൾ ബാക്കിയുള്ളവർ കാണുന്ന രീതിയിൽ നമ്മളിവിടെ പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് വേദിയിൽ പറയുന്നത്. ഷമിയ മാം അതുപോലെ ഈ സമൂഹത്തിൽ ഒരുപാട് നല്ല പ്രവർത്തനം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സമൂഹത്തിൽ എല്ലാ മേഖലകളിലും, ഹോമിയോപ്പതിയിലാണെങ്കിലും പ്രിവെന്റീവ് മേഖല, ചികിത്സാ മേഖലയിലാണെങ്കിലും IHK സംഘടന മേഖലയിലും ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ആസ് എ ലേഡി ഡോക്ടേഴ്സിനൊക്കെ ഒരുപാട് പലരും പറയുന്ന ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് പറയാറുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തപ്പെട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് കാട്ടി തന്ന ഡോക്ടറുടെ ഈ അവാർഡ് ഫംഗ്ഷന് നമുക്ക് എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന്, അതുപോലെ തന്നെ മാമിനും ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. അപ്പോൾ ഇപ്പോഴത് തുടർച്ചയായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ട് പോകാന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഡോക്ടർ എന്ന രീതിയിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും, എല്ലാവരുടെ ഡോക്ടർമാരും ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്ന രീതിയിൽ അത് വളരെ സന്തോഷവും അതുപോലെ തന്നെ പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഇതിനോടുള്ള ഓരോ പ്രചോദനം ഓരോ വർഷവും നൽകാൻ കൂടുതൽ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം പേരിൽ സഖിയുടെ പേരിൽ ആശംസകൾ അർപ്പിച്ചു. സ്വാമി ആതുരദാസ് ജിയുടെ പേരിൽ ഏർപ്പെടുത്തിയ ഈ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ സ്വാമി ആതുരദാസിന്റെ പേരിലുള്ള ആതുരദാസ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥിയായി സമൂഹത്തിന് ഇത്രയേറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നതിൽ എനിക്ക് അഭിമാനവും അതിലേറെ ചാരിതാർത്ഥ്യവുമുണ്ട്. ഇന്ന് ഞാനിവിടെ നിൽക്കുന്ന ഈ വേദിയിൽ എൻ്റെ ആഗ്രഹത്തിന് ഒപ്പം നിന്ന എൻ്റെ മാതാപിതാക്കൾ, വിവാഹശേഷം എൻ്റെ പഠന പൂർത്തീകരണത്തിനായി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ, അവരിന്ന് ഞങ്ങളോടൊപ്പം ഇല്ല. എങ്കിലും ആ ഓർമ്മകൾ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ 2 വാക്ക് മറുപടി പ്രസംഗമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ അമീർ പറഞ്ഞപ്പോഴാണ്, അമീർ പറഞ്ഞതിപ്പം ഞാൻ അതിനെ കുറിച്ച് വിശദമായി പറയാമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ ഇസ്മായിൽ സേഠ്, സഹിയയുടെ ഇപ്പോഴത്തെ ജനറേഷൻ സഹിയയിലുള്ള കുട്ടികൾക്ക് ഡോക്ടർ ജമീൽ സേഠിന്റെ പിതാവാണ് ഡോക്ടർ ഇസ്മായിൽ സേഠാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ കാരണക്കാരനായത്. കാരണം എൻ്റെ പിതാവിന്റെ സഹോദരനുമായി അത്ര അടുത്ത സൗഹൃദമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങളുടെ കുടുംബ സുഹൃത്തായിരുന്നു. ഞങ്ങൾ ഫാമിലിയും മുഴുവനും
ഹോമിയോപ്പതി കഴിച്ച് വളർന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ഒരു വാക്ക്, സാറിന്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്ക്, 12 മണി കഴിയട്ടെ എന്നുള്ള ഒരു വാചകം. എൻ്റെ പാപ്പ മരണാസന്നനായി കിടക്കുന്നു. അന്നൊന്നും അറിയില്ല, 10 വയസ്സില് എന്താ സംഭവം എന്നറിയില്ല. 12 മണി കഴിയട്ടെ എന്ന് മാത്രം എൻ്റെ പാപ്പയുടെ അനുജന്റെ തോളിൽ തട്ടി പറയുന്ന ആ ഒരു വാചകത്തിൽ നിന്ന് ഞാൻ പഠിച്ചു വലുതായി ഇതുപോലെ ഒരു ആളാകണം, ഇങ്ങനെ എനിക്ക് പറയാൻ കഴിയണം എന്ന് അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാണ്. 5ാം ക്ലാസ്സിൽ മൈ ആംബിഷൻ ഈസ് ടു ബിക്കം എ ഹോമിയോ ഡോക്ടർ എന്ന് എഴുതി ഇന്നും HOMO തെറ്റി തിരുത്താണ് കറക്റ്റ് സ്പെല്ലിങ്. ഒരു O വിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് നിലകൊള്ളുന്നത്. അപ്പൊ ഇത്തരണത്തിൽ ഡോക്ടർ സേട്ടിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ ഒരു പ്രചോദനം ശരിക്കും പറഞ്ഞാൽ ഒരു 4 ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാനത് ഈ ഒരു വേദിയില് മരണത്തെ കുറിച്ച് പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ 4000-ലധികം എനിക്ക് ഡെത്ത് കൺഫേം ചെയ്യാൻ പറ്റി. അത് ആ ഒരു അച്ചീവ്മെന്റ് വന്നത് സാറിന്റെ ഒരു വേർഡാണ്. കാരണം അത് എനിക്കിപ്പോഴും പറയാൻ പറ്റുന്നുണ്ട്. അതൊക്കെ സർവേശ്വരന്റെ ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ IHK എന്ന ഒരു പ്രസ്ഥാനം 5000-ലധികം മെമ്പേഴ്സ് ഉള്ളതാണ്. ആ IHK എന്ന പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയത് ഇന്ന് നമ്മളൊപ്പം ഇല്ല എങ്കിലും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ജീവിച്ചിരിക്കുന്ന ഡോക്ടർ G ഗോപകുമാർ. ഞാൻ പടവുകൾ ചവിട്ടുമ്പോൾ അതെല്ലാം മറന്നുപോകുന്നത് ശരിയല്ല. അതുപോലെ തന്നെ IHKയുടെ എല്ലാ മീറ്റിങ്ങുകളിലും, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മീറ്റിങ്ങുകളിലും എന്നോടൊപ്പം ഉള്ള ഡോക്ടർ KA ജോസഫ്, ഡോക്ടർ ഹരികുമാർ, അതുപോലെ തന്നെ ഡോക്ടർ കമൽ റോസ്, ഡോക്ടർ അസ്ലം തുടങ്ങി ഒത്തിരി പേര് എന്നോടൊപ്പം അവരുള്ളത് കൊണ്ടാണ് എനിക്ക് എല്ലാ യാത്രകളും പറ്റിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കാൻ പറ്റി. ആദ്യകാലത്തെ ഒരു സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ, ഒരു ലേഡി എന്ന നിലയിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ലേഡി ഡോക്ടേഴ്സ് മുന്നോട്ട് വരുന്നത്. ലേഡി ഡോക്ടേഴ്സ് ഇല്ലാഞ്ഞ ഒരു സാഹചര്യത്തിൽ നേരത്തെ ലതിക മാം പറഞ്ഞതുപോലെ അങ്ങനെ ഒരു മീറ്റിങ്ങില് ഞങ്ങൾ വളരെ കാഷ്വലായിട്ട് ഡോക്ടർ ST ബിജു സംസാരിക്കുകയാണ്. ഇങ്ങനെ ലേഡി ഡോക്ടേഴ്സിന്റെ അഭാവം IHK വന്നു തുടങ്ങി എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ തുടർ പ്രവർത്തനങ്ങളിൽ എല്ലാം തന്നെ എല്ലാവരും, എൻ്റെ സുഹൃത്തുക്കളായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ, എല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ ഡോക്ടർ പരമേശ്വരക്കുറുപ്പ് സത്യത്തിൽ ഒരു പ്രസ്ഥാനം തന്നെയാണ്. നമ്മൾ ആരും വിചാരിക്കുന്നതല്ല. നേരത്തെ പറഞ്ഞില്ലേ, ഈ 10-27 വർഷമായിട്ട് എല്ലാവർക്കും, ഈ 5000-ത്തിനടുത്ത് വരുന്ന എല്ലാവർക്കും തന്നെ ഈ മാസിക എഴുതി അതിന്റെ എഡിറ്റോറിയൽ ഡോക്ടർ ST ബിജു, അതുപോലെ ഇവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുണ്ട്. എങ്കിൽ തന്നെയും അത് മുടങ്ങാതെ എന്തൊക്കെ വിഷയം വന്ന, പ്രളയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പേമാരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോവിഡ് ആയിക്കോട്ടെ, എന്താണെങ്കിലും കൃത്യമായി എല്ലാ മാസവും ശാസ്ത്രവേദി, ഹോമിയോ ശാസ്ത്രവേദി എന്നുള്ള പത്രം എല്ലായിടത്തും എങ്ങനെയെങ്കിലും എത്തിപ്പെടും. അത് ഉറപ്പാണ്. ഇന്നും ഈ കഴിഞ്ഞ ദിവസം വരെ അത്രയ്ക്കും ഇതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ആർക്കും പറ്റത്തില്ല. ഇത്രയും വലിയൊരു പാഠവും നമുക്ക് ആർക്കും പറ്റില്ല. ഇപ്പം ഡോക്ടറെ എനിക്ക് മറക്കാനാവില്ല. കാരണം എന്റെ ഓരോരോ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഡോക്ടർ ക്ഷണിക്കാറുണ്ട്. ഞാൻ കോട്ടയത്തെ പ്രസ് ക്ലബിൽ എല്ലാ വർഷവും എത്തിച്ചേരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല ഒരു സൗഹൃദമുണ്ട്. ഡോക്ടർക്ക് എൻ്റെ ഒരു നന്ദി പ്രകാശിപ്പിക്കുന്നു. ഡോക്ടറോടൊപ്പം ഉള്ള ഒരു വ്യക്തിയാണ് ഇന്നിവിടെ ഇല്ല, ഡോക്ടർ സരിത്ത്. ഡോക്ടർ സരിത്ത് അങ്ങനെ അധികം ഇട്ടില്ല. എല്ലാവരോടും വളരെ വളരെ സൗമ്യനായിട്ട് പോകുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ എപ്പോഴും ഡോക്ടർ കുറുപ്പ് ഡോക്ടറുടെ കൂടെ ഉണ്ടാകും. ഈ ഒരു പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ അദ്ദേഹവും വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. ഡോക്ടർ സരിത്തിനും ഇത്തരണത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഡോക്ടർ ബിനോയ് S വല്ലഭശ്ശേരി, ഞാനും എൻ്റെ മകളും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു കാരണം ഡോക്ടർ ബിനോയാണ്. ഞാൻ പറയുമ്പോഴും ബിനോയ്ക്ക് ഞങ്ങളുടെ സൗഹൃദം, എൻ്റെ ഒരു ഫ്രണ്ട് ഹേമ ഇവിടെ ഉണ്ട്, സൗഹൃദം ഒരു ഞങ്ങളുടെ മീറ്റിങ്ങിൽ വെച്ച് പറയുമ്പോഴാണ് ബിനോയ് അത് ഓർക്കുന്ന പോലും.
കാരണം ഒരു ബസ് മേളിൽ നിന്ന് താഴേക്ക് വരുന്നു, ഞാൻ താഴെ മേളിലേക്ക് വരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വിജയ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് വെച്ചെടുത്തു. ബിനോയ് വന്ന് എന്നെ പിടിച്ച് മാറ്റിയില്ല, എൻ്റെ വണ്ടിയുടെ അടി ഞാൻ പോയേനെ. അപ്പൊ എനിക്കുള്ള ആ കളപ്പാടും നന്ദിയും നിങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ച് പറയാതെ വരുന്നത്. അതുപോലെ ഡോക്ടർ എസ് ടി ബിജു സത്യത്തിൽ എൻ്റെ സീനിയർ ആയിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇപ്പോഴും പേടിയാണ്. വഴക്ക് പറയുന്ന സമയത്ത് വഴക്ക് പറയും, അത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, ഇങ്ങനെയല്ല അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. കാരണം ISKയുടെ ഒരു ലേഡി ഡോക്ടേഴ്സ് വിങ് സിന്ദൂരം എന്ന് പറഞ്ഞ് എന്ന ഒരു ഇത് ഡോക്ടർ എസ് ടി ബിജു പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഒരു ആലോചനയിലാണ് അങ്ങനെ പിന്നെ നമ്മുടെ അമ്പാടി ഡോക്ടർ എല്ലാം കൂടെ ഒരു തീരുമാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനമായത്. ആ ഒരു വലിയൊരു പ്രസ്ഥാനം എന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ ഡോക്ടറെ എനിക്ക് ബുദ്ധിമുട്ടാണ്, അപ്പൊ പറഞ്ഞില്ല ചെയ്യണം. അങ്ങനെ 5 വർഷത്തോളം 5-6 വർഷത്തോളം ഞാനത് വളരെ ഭദ്രമായി കൊണ്ടു നടന്നു. അതിനുശേഷം ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ പ്രോജക്റ്റിലേക്ക് പോയപ്പോഴത്തേക്കും ആണ് പിന്നീട് അവിടെ നിന്ന് മാറി നിൽക്കുന്നത്. ഇപ്പോഴും ഉണ്ട്, സിന്ദൂരത്തിലുണ്ട്. എന്നാലും ഭാരവാഹിയായിട്ടിരുന്ന പ്രസിഡന്റ് സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ വളരെയധികം വർക്ക് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആലപ്പുഴയിൽ എയ്ഡ്സ് രോഗികളെ ചികിത്സിക്കുന്ന ഒരു ഇത് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞ് ചങ്ങനാശ്ശേരി കോർണറിൽ ഒരു സിസ്റ്റേഴ്സിന്റെ ഒരു അച്ചമ്മന നടത്തുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അവിടെ ആ എയ്ഡ്സ് രോഗികളെ അവർക്ക് ഹോമിയോപ്പതി ആവശ്യം ആഗ്രഹിക്കുന്നവർക്ക് കൊടുത്തുകൊണ്ട് ഡോക്ടർ ഹരികുമാറും ഡോക്ടർ ടെസ്സിന് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ചേർന്നുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങളെല്ലാം എന്നെ ഏൽപ്പിച്ച ഡോക്ടർ, കാരണം എൻ്റെ എല്ലാവിധ നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കണമെങ്കിൽ ആരൊക്കെ അംഗീകരിച്ചാലും എൻ്റെ ഭർത്താവിന്റെ അംഗീകാരം ഇല്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. എൻ്റെ ഭർത്താവും അതുപോലെ തന്നെ എൻ്റെ മക്കളും എൻ്റെ സഹോദരങ്ങളും, എൻ്റെ ബ്രദർ ബാക്കിൽ ഇരിപ്പുണ്ട് ഷിറാസ്, അതുപോലെ തന്നെ എൻ്റെ സഹോദരി, അതുപോലെ ഭർത്താവിന്റെ കുടുംബം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നത് കൊണ്ടാണ്. അതായത് അവരുടെ കുടുംബാംഗങ്ങളും അവര് എൻ്റെ മക്കളായിക്കോട്ടെ മരുമക്കളും എല്ലാവരും. അതിൽ ആരെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇവിടെ വരെ എത്തിച്ചു, ഈ വേദിയിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ എന്റെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു. അതായത് കുടുംബപരമായിട്ടുള്ള എന്റെ റെസ്പോൺസിബിലിറ്റി, എന്റെ രണ്ടാമത്തെ മകളെ 2020 വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഒരു പൊതുപ്രവർത്തനമാകാന്നുള്ള ഒരു ആലോചന വരുമ്പോഴാണ് 2021 എന്റെ മുന്നിൽ ഇരിപ്പുണ്ട് ഹസീന നൗഷാദ്, ഷീല എന്നറിയപ്പെടുന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഇങ്ങനെ വിളിച്ചേച്ച് കാര്യം പറഞ്ഞു, നമുക്കൊരു ചാരിറ്റി വർക്ക് ചെയ്താലോ. അങ്ങനെ ഒരു ചാരിറ്റി ഞങ്ങൾ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞ 2021 രജിസ്റ്റർ ചെയ്തു. അതില് അന്ന് ഞങ്ങളോടൊപ്പം കൂടിയ ഹസീന, സുജ അവരെല്ലാം കൂടി ചേർന്നൊരു കൂടിയാലോചനയിൽ അതിന്റെ ഉത്തരവാദിത്വത്തോടുകൂടി ഞങ്ങളോടൊപ്പം ഷീലാനൌഷാദ് എന്റെ തോളോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിന് പ്രചോദനമായി ഞങ്ങളുടെ എന്റെ ചുറ്റിനും ലിസ, കുറച്ചു പേരുണ്ട് ഇവിടെ, ഷക്കീല, അങ്ങനെ പിന്നെ അതായത് കേരളത്തിൽ ഇപ്പം ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിലാണ് ഞങ്ങളുടെ പ്രവർത്തന മേഖലയായിട്ട് ഇപ്പൊ കൊണ്ടുപോകുന്നത്. ഈ 10 പേരും ഞങ്ങളോടൊപ്പം ഇന്ന് പ്രവർത്തിക്കുന്നത് ആ ഒരു പ്രവർത്തനം. സാധാരണഗതിയിൽ ചാരിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും സാധാരണ കാഷ്വലായിട്ട് ഓരോന്ന് ചെയ്യുന്നു പോകുന്നതാണ്. ഞങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിവിധ മതസ്ഥരായ 3 പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം പിന്നെ ഈ 10 പേര് കൂടാതെ ഞങ്ങളുടെ അമരക്കാരായി 2 പേരുണ്ട്. ഡോക്ടർ കമാൽ മാക്കി സർ, അതായത് വ്യവസായിയും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനുമായ കമാൽ സർ, അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ മൂത്ത മകൾ മറിയ ഉമ്മൻ, അവർ 2പേരും ഞങ്ങളുടെ രക്ഷാധികാരികളാണ്.
ഞങ്ങളുടെ ഇത്രയും പേരുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ലൊരു സംരംഭം നടത്താനായിട്ട് സാധിച്ചത്. കാരണം ഒരു വിരൽ കൊണ്ട് നമുക്ക് ചോറുണ്ണാൻ സാധിക്കില്ല. 5 വിരൽ കൂട്ടിപ്പിടിച്ചാൽ മാത്രമേ നമുക്ക് ഒരു പിടി ചോറുണ്ണാൻ പറ്റുള്ളൂ. അതുപോലെ കൂട്ടായ പ്രവർത്തനം എന്തും ആയിക്കോട്ടെ, അതിന് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഉയർന്നു വരാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ റെജികുമാർ, ഞങ്ങളെല്ലാം ഒരു കാലഘട്ടത്തിൽ ISKയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നവരാണ്. പിന്നെ അതുപോലെ സഹ്യയുടെ അമരക്കാരായി നമ്മളിവിടെയുള്ള ഡോക്ടർ അമീർ ആൻഡ് ഡോക്ടർ രാകേഷ് കൃഷ്ണ, അവരുടെ ഒരു സഹകരണം കൊണ്ടാണ് ഈ വേദിയിൽ വെച്ച് എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് വാങ്ങിക്കാൻ കഴിഞ്ഞത്. അവർക്ക് ഉള്ള നന്ദി ഞാൻ ഈ തരുണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഇവിടെ മീഡിയ ആയിക്കോട്ടെ, എല്ലാ തരത്തിലും നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം ആക്കി തന്ന ഇതിന്റെ പ്രവർത്തകർ, ഹോമിയോ ശാസ്ത്രവേദി എന്ന ഒരു പ്രസ്ഥാനം നാൾക്ക് നാൾ ഉയർന്ന് പടർന്ന് പന്തലിച്ച് എല്ലാ ഹോമിയോപ്പതിക്കാർക്കും ഒരു തണലായിട്ട് എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോ ഞാൻ എന്റെ ഒരു സ്ഥാനത്ത് ഇറങ്ങി എന്റെ എല്ലാം പറഞ്ഞാൽ കാണുന്നതാണ് ഈശ്വരൻ. അപ്പൊ ആ ഒരു ഗുരു കാട്ടിനാട്ടിലൊരു ഗുരുവായിരുന്നു സാർ. അപ്പൊ അന്ന് തുടങ്ങിയ യാത്രയാണ് അന്ന് ചുരുക്കി പറഞ്ഞാൽ ഏറ്റെടുത്തതാണ്. പിന്നെ അങ്ങോട്ടുള്ള യാത്രയ്ക്കിടയിൽ ആ സ്നേഹത്തിലുള്ള അങ്ങനെയാണ് കുറുപ്പെ കൊണ്ടിരിച്ചിട്ടും സഹ്യ എന്ന് പറയുന്ന ഒരു കുടുംബത്തിന്റെ ഭാഗമാവുന്നു. ആ ഒരു യാത്രക്കിടയിൽ എങ്ങനെയൊക്കെയോ ഒരു ഗുരുക്കന്മാരൊക്കെ ഇത് അനുഗ്രഹം കൊണ്ട് സംഭവിച്ചു പോയതാണ് സിനിമകൾ, പാട്ടുകൾ. അപ്പൊ അത് ആ ഒരു അനുഭവം ഈ ഒരു സഖ്യയുടെ മറ്റൊരു വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇങ്ങനെ ഒരു അംഗീകാരം, സ്നേഹം ഏറ്റുവാങ്ങുമ്പോഴുള്ള സന്തോഷം അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹം ഒരാൾപ്പെടുത്തിയിരുന്നു. എല്ലാവർക്കും നന്ദി. വളരെ സന്തോഷകരമായ ദിവസമാണ് നമുക്കെന്നറിയാം. അപ്പോൾ പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം അവാർഡ് വിന്നറായിട്ടുള്ള ഡോക്ടർക്കും 100 പാട്ടുകൾ എഴുതി വീണ്ടും വിജയക്കുറിപ്പ് തുടരുന്ന ഡോക്ടർ മനു മഞ്ജിത്തിനും ഞങ്ങൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.